അമൃത ചാനൽ ഞാൻ പറഞ്ഞില്ലേ. നമസ്കാരം. നമസ്കാരം. നമ്മൾ അമൃത ന്യൂസിൽ നിന്നാണ്. മോള് വളരെ സാഹസികമായിട്ട് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്നറിഞ്ഞു. അപ്പൊ ആ ഒരു ന്യൂസ് ഒന്ന് കവർ ചെയ്യാൻ വന്നതാ. അത് മോളിങ്ങനെ ഈ സ്കൂളില് അതെ സംഭവം ഞാൻ മോളുടെ ഡാഡിയാ. അല്ല, സാഹസികമായ സ്ത്രീ രക്ഷപ്പെടുത്തിയതിനെ പറ്റി ചോദിക്കായിരുന്നു. അല്ല അത് തന്നെ, അത് പറഞ്ഞുതരാം. ഇത് മാമനാവളുടെ എൻ്റെ മോളായോണ്ട് പറയുകയല്ല. മോള് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു വൃദ്ധ എന്ന് തന്നെ പറയാം, ഒരു തീരെ അവശ്യമായ ഒരു വൃദ്ധ തലയിൽ അവർ മാർക്കറ്റിലേക്ക് പോകാൻ എന്തോ ഈ മൺചട്ടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോളെ നിന്നതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങ് കുഴഞ്ഞു വീഴുമായിരുന്നു. കുഴഞ്ഞു വീണ് ആ മൺചട്ടിയെല്ലാം പൊട്ടി ആ കൊട്ടയെ വീണ് എൻ്റെ മോൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. പറയട്ടെ, അവള് വളരെ സാഹസികമായി ഈ വൃദ്ധയെ ഇങ്ങനെ എടുത്തുയർത്തി തൊട്ടടുത്ത് നിന്ന് വന്ന ഒരു പോലീസ് ജീപ്പ് അതുവഴി വരികയായിരുന്നു. നമ്മൾ പോലീസ് ജീപ്പ് കൈ കാണിച്ചിട്ട് പോലീസ് ജീപ്പ് നിർത്തി പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ വൃദ്ധയുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. അല്ല, അത് അവൾക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ആ ഒരു അഹങ്കാരമില്ല എൻ്റെ കുട്ടിക്ക്. എന്ത് ചെയ്താലും അത് പുറത്ത് മറ്റുള്ളവർ കാണുക അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എൻ്റെ മോളുടെ 58ാമത്തെ സാഹസിക ദൗത്യമാണിത്. അവള് ഞാൻ പറഞ്ഞ പല ദിവസങ്ങളിലും പലരെ രക്ഷിക്കാറുണ്ട്. പിന്നെ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് എല്ലാവിധ ഇത് കളരി അറിയാം, കരാട്ടെ അറിയാം, കുൻഫു അറിയാം, ജൂഡോ അറിയാം, ജാഡോ എല്ലാം അറിയാം. അതറിയാളേ, അതൊക്കെ അറിയാം. അപ്പൊ ഇനി മോളൊന്ന് പറഞ്ഞോട്ടെ, മോക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അവര് ആ സാഹസികമല്ല, മോൾ ഇന്ന് ചെയ്തതിനെ പറ്റി ഡാഡി പറയണത് തന്നെയാണ് മോൾക്ക് പറയാനുള്ളത്. അല്ല സാർ, മോളൊന്ന് പറഞ്ഞോട്ടെ. ഡാഡി പറഞ്ഞോരൊന്നുമല്ല. അല്ല, ഞാനാണെങ്കിൽ രാവിലെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു ബസ് കിട്ടാൻ. അപ്പൊ ബസ് ലേറ്റ് ആയിരുന്നേ. അപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ആൻറ്റി നടന്നു പോയപ്പോഴത്തേക്കും ദൂരെ നിന്ന് 2 ചേട്ടന്മാര് ബൈക്കിൽ ഭയങ്കര ഫാസ്റ്റിൽ വരുമായിരുന്നു. ഫാസ്റ്റിൽ വന്ന് ഈ ആന്റിയുടെ അടുത്ത് എത്തിയിട്ട് ആന്റിയുടെ മാല വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആന്റി തള്ളിയിട്ടു. ആന്റി ഭയങ്കര കരച്ചിലായിരുന്നു. നോക്കിയിരുന്ന ആൾക്കാരൊക്കെ ചുമ്മാ നോക്കിയെന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേടിയായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ എത്തിയേ. അപ്പം ഞാൻ ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറ് എടുത്തേ. അപ്പോൾ ബൈക്ക് ഓട്ടിച്ചിരുന്ന ആളുടെ തലയൊക്കെ ഉണ്ട്. അപ്പോൾ ബാലൻസ് ആയിട്ട് വീണ് പിന്നെ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ ഞാനാ പോയി വിളിച്ച് കൊണ്ടുവന്ന്. പക്ഷെ എല്ലാവർക്കും വലിയ സന്തോഷമായി മോളുടെ മിടുക്കിനെ കുറിച്ച്.